അപ്പോൾ അതൊന്ന് ഞങ്ങൾ 4 മണിക്ക് ഉണ്ടാക്കിയൊരു പലഹാരം കേട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയാണത്, അതിലേക്ക് കുറച്ച് നെയ്യിട്ട് പിന്നെ അതൊക്കെ കുഴച്ച് നേരെ ഉരുളാക്കി എടുത്തു കേട്ടോ. കുറച്ച് വലിയ ഉരുളകളാണ്. പിന്നെ അതിലേക്ക് കിഴങ്ങൊക്കെ വേവിച്ചതാട്ടോ. കിഴങ്ങ് വേവിച്ചിട്ട് അതും കൂടി കുത്തി ഉടച്ചത്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്തതാട്ടോ. കിഴങ്ങ് കുത്തി ഉടച്ചതാണ്. ചപ്പാത്തി മാവ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വിതറിയിട്ടാട്ടോ. എന്നിട്ട് അങ്ങനെ പീസാക്കി എടുത്തിറക്കുകയാണ്. എന്നിട്ടത് അങ്ങനെ പരത്തുക. എന്നിട്ടൊരു പാനിൽ എണ്ണ കുറച്ചാക്കിയിട്ട് അതിലേക്കിട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ സോസ് കൂട്ടി കഴിക്കാൻ നല്ല രസമായിരുന്നു.